ആദ്യം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ നിർണായക റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്ന SITയുടെ അന്വേഷണ റിപ്പോർട്ട്. 2 തവണ പാളികൾ കൊണ്ടുപോയതിലും തന്ത്രിക്ക് പങ്കുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് അനിവാര്യമാണെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു ഊഹം മാത്രമേ ഉള്ളോ? ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, അതിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കണമെന്നാണ് SIT പറയുന്നത്. പക്ഷെ ഊഹം മാത്രമാണോ? കൂടുതൽ തെളിവുകളുടെ പിൻബലത്തിലല്ലേ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരുമെന്നതിന്റെ സൂചനയാണോ SIT നൽകുന്നത് റിപ്പോർട്ടിലൂടെ? ഇത് ഊഹം മാത്രമല്ല, തന്ത്രിയുടെ പങ്കിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും കൂടുതൽ അന്വേഷണം വേണം, ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്നത്. നേരത്തെ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് ബോർഡാണെന്നും താൻ അതിന് അനുജ്ഞ നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുമാണ് തന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ ആ തന്ത്രിയുടെ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് SITയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഈ സ്വർണ്ണ തട്ടിപ്പിൽ തന്ത്രിക്ക് പങ്കുണ്ട്, ഇതിനെക്കുറിച്ച് തന്ത്രിക്ക് നേരിട്ട് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ SIT കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്, തന്ത്രി നടത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശത്ത് നിന്ന് തന്ത്രി പണം വാങ്ങിയിട്ടുള്ളതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശത്ത് നിന്ന് മാത്രമല്ല, കേസിലെ മറ്റ് പ്രതികളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരവും SITക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏതെല്ലാം തരത്തിലാണ് ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത്, ഇത് ഈ സ്വർണ്ണ തട്ടിപ്പിൽ മാത്രമാണോ, അതിനപ്പുറത്തേക്ക് ഈ ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പുകളിൽ തന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുകയാണ്. അക്കാര്യങ്ങൾ ഉൾപ്പെടെയാണ് വിശദമായ അന്വേഷണം വേണമെന്നുള്ളൊരു കാര്യം SIT കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തന്ത്രിക്ക് കൂടുതൽ കുരുക്കുമുറുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഇത് ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊടുത്തുവിടാൻ വേണ്ടി വെറും അനുജ്ഞ നൽകുക മാത്രമല്ല തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായി, തട്ടിപ്പിന്റെ ഭാഗമായി, അതിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഈ തന്ത്രി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ് SIT കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ SIT വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് കൂടി തന്ത്രിക്കുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി. സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ പങ്ക്, 2 തവണ ഈ സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോഴും അത് തന്ത്രിയുടെ അറിവോടെയായിരുന്നു. മാത്രമല്ല, ഇത് കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന പ്രാഥമിക റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്ത്രിയുടെ പങ്ക് കൂടുതൽ വെളിച്ചത്ത് വരുമെന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. സിജോ തുടരുന്നുണ്ട്. സിജോ, ഇനിയിപ്പോൾ അന്വേഷണം ഇപ്പോൾ തന്ത്രിക്ക് പങ്കുണ്ട് എന്നൊരു പ്രാഥമിക കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ED അടക്കം ഇതിനകത്തേക്ക് ഇടപെടാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? കാരണം സാമ്പത്തിക ഇടപാടുകൾ അത് പോറ്റിയുമായി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ ED കൂടി കേസ് അന്വേഷണത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടി SIT റിപ്പോർട്ടിനെ തുടർന്ന് വരുന്നുണ്ടോ? EDയുടെ കാര്യം ഇപ്പോഴും സംശയത്തിന്റെ നിലനിൽക്കുന്നതാണ്. കാരണം ഈ കേസിലെ ഒരു 90% പ്രതികളെയും അതോടൊപ്പം തന്നെ പ്രതികളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരേ സമയം തെളിവെടുപ്പ് നടത്തുകയും പരിശോധന നടത്തുകയൊക്കെ ചെയ്താണ് ED. പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ മാത്രം ED ഇതുവരെ അനങ്ങിയിട്ടില്ല. അത് SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും സംശയമാണ്, ഇപ്പോഴും ഒരു മറുപടി ED നൽകുന്നില്ല. എന്തുകൊണ്ടാണ് തന്ത്രിയുടെ അടുത്ത് റെയ്ഡ് നടത്താത്തത്, അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ പരിശോധന നടത്താത്തത് എന്നുള്ളതാണ്. അപ്പോ ഇത്രയധികം വിവരങ്ങൾ പുറത്തു വരുന്നെങ്കിലും ഇനി ED ഇക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കം നടത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാവുള്ളൂ. അതുമാത്രമല്ല, EDക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM നേതാക്കൾക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ പറയുന്ന ED ഇപ്പോൾ കേരളത്തിലേക്ക് ലക്ഷ്യം നീങ്ങുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അത്തരം കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇനി തന്ത്രിയുടെ അടുത്ത് വരുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.